إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാൽ 33-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് മുൻ ആയത്തുകൾ ഇതേ സൂറത്തിൽ തന്നെ മുൻ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തരാവകാശ നിയമം കൃത്യമായി വിശദീകരിച്ചു. ഓരോരുത്തരുടെയും ഓഹരി വിശദീകരിച്ചു. ഈ ആയത്തിൽ കൂടി ഒരു പ്രത്യേക നിർദ്ദേശമാണ് നൽകുന്നത്. അത്തരം നിർണയിക്കപ്പെട്ട ആ അവകാശികൾക്ക്, ആ ബന്ധുക്കൾക്ക് കൃത്യമായ അവരുടെ ഓഹരി അവരെ ഏൽപ്പിക്കണം എന്നുള്ള ഒരു കടമ നിർവഹിക്കണം എന്നുള്ള ഒരു ഉപദേശമാണ് ഈ ആയത്തിൽ കൂടി നൽകുന്നു. നോക്കൂ നിങ്ങൾ, വലിക്കുല്ലിൻ ജഅൽനാ മവാലിയ, വലിക്കുല്ലിൻ ഓരോരുത്തർക്കും ജഅൽനാ നാം ഉണ്ടാക്കിയിട്ടുണ്ട് മവാലിയ, ബന്ധപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അവകാശികളെ ഉണ്ടാക്കിയിട്ടുണ്ട്. മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ, മാതാപിതാക്കളും അതുപോലെ അടുത്ത ബന്ധുക്കളും ഉപേക്ഷിച്ചു പോയതിൽ നിന്നും എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും ഉപേക്ഷിച്ചു പോയ ആ അനന്തര സ്വത്തിന് നാം പ്രത്യേകമായ ചില അവകാശികളെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വല്ലദീന, യാതൊരു കൂട്ടരും അഖദത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ അത് ശക്തിപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നിങ്ങളുടെ വലങ്കൈ ശക്തിപ്പെടുത്തിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബന്ധുജനങ്ങളെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം ബന്ധുജനങ്ങൾ ഫആതൂഹും നസീബഹും, ഫആതൂഹും അപ്പോൾ നിങ്ങൾ അവർക്ക് നൽകണം, നസീബഹും അവരുടെ ഓഹരി നൽകണം. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല കാന അലാ കുല്ലി ഷൈഇൻ ഷഹീദ, എല്ലാ കാര്യത്തിലും അല്ലാഹു സാക്ഷിയാകുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സകല പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു, അതിനൊക്കെയും സാക്ഷികളാണ്. അതുകൊണ്ട് ഒരവകാശിയുടെ കാര്യത്തിലും യാതൊരു വിധ കൃത്രിമത്വങ്ങളും നിങ്ങൾ വരുത്താൻ പാടില്ല. കൃത്യമായ ഓഹരി നിർണയിച്ചുകൊണ്ട് അവരവർക്ക് ലഭിക്കേണ്ടതായ ഓഹരി കൃത്യമായി അവരെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് ഈ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.